ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഓണം വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. 2026 എൻ്റെ തിരുവോണ ദിവസമാണ് ഞാൻ ഈ വ്ലോഗിൽ ഡോക്യുമെൻ്റ് ചെയ്തിരിക്കുന്നത്. തിരുവോണ ദിവസമായിട്ട് രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. ന്യൂസിലൊക്കെ നല്ല മഴയായിരിക്കും എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മഴയായിരിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ അമ്മ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞൊരു ചായയൊക്കെ ചൂടോടെ കുടിച്ചിട്ട് മഴയൊക്കെ തോർന്ന് കഴിയുമ്പോഴത്തേനും പൂ പറിക്കാനായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പൂ മേടിച്ച് അങ്ങനെ അത്തപ്പൂ ഇതുവരെ ഇട്ടിട്ടില്ല കേട്ടോ. എല്ലാ കൊല്ലവും വീടിനടുത്തുള്ള പൂക്കളൊക്കെ വെച്ച് ചെറിയൊരു അത്തപ്പൂ എങ്ങനെയും തയ്യാറാക്കും. ചെറിയതായിട്ട് മഴ തുറന്നപ്പോഴത്തേനും ഞാൻ പൂ പറിക്കാനായിട്ട് അങ്ങ് ഇറങ്ങി. നല്ല മഴയായിരുന്നുകൊണ്ട് വഴി നിറയെ ഉറവ പൊട്ടി വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു. കണ്ടോ, വഴി നിറയെ വെള്ളമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം രാത്രി വരെ ഇത്രയും വെള്ളമില്ലായിരുന്നു. ഒറ്റ രാത്രിയിലെ മഴ കൊണ്ടാണ് ഇത്രയും വെള്ളം പൊങ്ങിയത്. ഇടയ്ക്ക് ഞാനൊന്ന് വഴുക്കി വീഴാനൊക്കെ പോയി അതിൻ്റെ ഇടയ്ക്ക്. പക്ഷേ വീണില്ലാഞ്ഞതുകൊണ്ട് ബാക്കി പൂക്കളൊക്കെ പയ്യെ പറിച്ചെടുത്തു. ഈ ഒരു പൂവാണ് ഞങ്ങളുടെ വീടിനടുത്ത് കൂടുതലും ഉള്ളത് കേട്ടോ. പിന്നെ ഈ മതിലിലൊക്കെ വളരുന്ന ഒരു ടൈപ്പ് ചെടിയാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്കും ഇതിൻ്റെ പേരറിയത്തില്ല. അമ്മ കൊണ്ടുവച്ച അതിൽ നിന്ന് കുറച്ച് റെഡ് പൂക്കളുണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ വഴിയുടെ അറ്റത്തോട്ട് ഞാൻ നടന്നു, കാരണം അവിടെ നമുക്കൊരു റെഡ് പൂവുണ്ട്. അത് കൊടവെന്നൊക്കെ ഞങ്ങളുടെ ഇവിടെ പറയുന്നു ഈ പൂവിന്. അപ്പോൾ ഇത് നല്ല ബ്രൈറ്റ് റെഡ് കളറാണ്. ഞാൻ അതിലും ഒരെണ്ണം ഒടിച്ചങ്ങ് എടുത്തു. കുറച്ച് പാടായിരുന്നു വലിച്ചു വരാനായിട്ട്. പിന്നെ അത് നമ്മുടെ വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തു. നല്ല വെള്ളമാണ് അത്, ഉറവ പൊട്ടി വരുന്നതായതുകൊണ്ട് നല്ല വെള്ളമാണ്. അങ്ങനെ പൂക്കളൊക്കെ സെറ്റാക്കി പൂക്കളം ഇടാനായിട്ട് തുടങ്ങി. സെൻറ്ററിൽ വൈറ്റ് കുറവായതുകൊണ്ട് തന്നെ വൈറ്റ് വെച്ചു. ജസ്റ്റ് റൗണ്ട് അടിച്ചങ്ങ് വെച്ചു. പച്ച ഇല്ലാഞ്ഞതുകൊണ്ട് ഞാനൊരു ഇല വെട്ടിയിട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ പൂക്കളം. ഉള്ള പൂവൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി. ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് ചെമ്പാ റൈസിൻ്റെ പുട്ടും പിന്നെ പയറും പപ്പടവും പഴവും എല്ലാം ഉണ്ടായിരുന്നു. ഇത് അച്ഛൻ്റെ സ്പെഷ്യലായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കൂടെ കഴിക്കുമ്പോൾ. പിന്നെ എൻ്റെ കൂടെ ഒരു ചായ ഞാൻ കുടിച്ചു. അത് കഴിഞ്ഞ് മെഴുക്കുപുരട്ടിയും തോരനും വെക്കാനായിട്ട് അമ്മയെ സഹായിക്കണം എന്ന് പറഞ്ഞായിരുന്നു. അത് കാരണം ഞാൻ അമ്മയ്ക്ക് അത് രണ്ടും അരിഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പയ്യെ ഒരുങ്ങാനായിട്ട് തുടങ്ങി. സെറ്റ് സാരിയല്ല, സെറ്റ് മുണ്ടുമാണ് ഉടുക്കാൻ തുടങ്ങിയത്. ആദ്യം ഉടുത്തപ്പോൾ ഞാൻ മുണ്ടെടുത്ത് അറിയാണ്ട് മാറിയൊക്കെ ഉടുത്തു. എന്നിട്ട് ശരിയാഞ്ഞിട്ട് വീണ്ടും രണ്ടാമത് ഊരി ഒന്നുകൂടെ മടക്കി സെറ്റ് മുണ്ടും ഉടുക്കുകയായിരുന്നു. അങ്ങനെ റെഡിയായി. നിങ്ങൾ സെറ്റ് മുണ്ട് ഉടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വീതി ഏറ്റവും കൂടുതലുള്ള അതായിരിക്കും മുണ്ട്, വീതി കുറഞ്ഞത് സെറ്റിൻ്റെ പോർഷനായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്കൊരു അമ്പലത്തിൽ പോകാനുണ്ട്. ഈ അമ്പലം നമ്മുടെ വീടിനെ തൊട്ടടുത്തുള്ളതാണ്. ഇപ്പം എന്തെങ്കിലും നല്ല ഫോട്ടോസോ അങ്ങനെ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഞാനും അനിയനും എപ്പോഴും അങ്ങോട്ടാണ് പോകുന്നത്. അനിയൻ്റെ വണ്ടിയൊക്കെ എടുത്തപ്പോഴും ആദ്യമായിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ വന്നത് ഈ അമ്പലത്തിൻ്റെ സൈഡിലായിട്ടായിരുന്നു. ഞങ്ങളുടെ ആ ഒരു പ്രദേശത്ത് തന്നെ ഏറ്റവും ഒരു ടോപ്പായിട്ടുള്ള പോർഷനാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഒരു ദേവീക്ഷേത്രമാണ്, അല്ലാണ്ട് നാഗങ്ങളുടെ ഒരു ഇതും പിന്നെ ഗുളികൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠയൊക്കെ ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്, കാരണം കുറേ പേര് ഇവിടെ ഫോട്ടോ എടുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അവരെല്ലാം പോയി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി വന്നത്. ഇവിടെ ഈ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശം ഫുള്ള് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അവിടുത്തെ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാനും അനിയനും കൂടെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അനിയൻ പറഞ്ഞു, എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകണ്ട, ജസ്റ്റ് ചുമ്മാ ഒരു റൈഡ് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അതുപോലെ KK റോഡിൽ 14 മൈൽ വരെ പോയിട്ട് ജസ്റ്റ് പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. വീട്ടിൽ ഇനി നമുക്ക് ഫുഡ് കഴിക്കണം. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഉച്ചയായപ്പോഴത്തേനും കറികളൊക്കെ റെഡി ആയിരുന്നു. അച്ഛനും അമ്മയാണ് ഓണം അല്ലെങ്കിൽ വിഷു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അച്ഛനും അമ്മയും മെയിൻ കുക്കിങ്. അച്ഛൻ നല്ലതായിട്ട് ഉണ്ടാക്കും. അപ്പോൾ കറി നമുക്ക് അധികം കറിയൊന്നും ഇല്ലായിരുന്നു. ചിപ്സും അതും പിന്നെ തോരൻ, മെഴുക്കുപുരട്ടി, പച്ചടി, പിന്നെ ബാക്കിയുള്ള അവിയൽ, അച്ചാറ്, പിന്നെ നോൺ വെജായിട്ട് മീൻ വറുത്തതും കൂടെ ഉണ്ടായിരുന്നു. അച്ഛന് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അച്ഛനല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും മീൻ ഇഷ്ടമാണ്. അപ്പോൾ ഒരു മീൻ വറുത്തതും ഉണ്ടായിരുന്നു. അനിയനാണ് ഈ മീൻ വറുത്തതിൻ്റെ വീഡിയോ ഇങ്ങനെ സൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും അമ്മ ചോറ് കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങി. ഞാനും അനിയനും ആദ്യം ഇരുന്നത്, കാരണം അച്ഛനും അമ്മയും ഇപ്പോൾ വിളമ്പി തരാനായിട്ട് പറ്റുമല്ലോ. എന്ത് പരിപാടി വന്നാലും ഇങ്ങനെയാണ്, അച്ഛനും അമ്മയും ആദ്യം ഞങ്ങൾക്ക് വിളമ്പി തരും. എന്നിട്ട്
ഞങ്ങൾ കഴിച്ചിട്ട് അവർക്ക് വിളമ്പി കൊടുക്കും. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും കഴിച്ചു. ഓണമൊക്കെ നല്ല രീതിക്ക് തന്നെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല ഓണമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അതേപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.